കലാഭവൻ നവാസിന്റെ ഭാര്യയായ രഹ്നയുടെ ഒരു വിശേഷമാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. നിരവധി പേരാണ് രഹ്നയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. തീർത്തും അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു കലാഭവൻ നവാസിന്റേത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പൊതുയിടങ്ങളിലൊന്നും രഹ്നയെ കാണാറില്ലായിരുന്നു. ഇപ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രഹ്ന. ഭർത്താവില്ലാത്ത ലോകത്ത് വലിയ ശൂന്യത തന്നെയാണ് രഹ്ന നേരിടുന്നതും. എന്നാൽ തന്റെ ഭർത്താവ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രഹ്ന എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഏറെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ മറ്റൊരു സന്തോഷമാണ് രഹ്നയുടെ ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത്. രഹ്ന 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. 10 ദിവസത്തോളമായിരിക്കും ക്ലാസ്. ക്ലാസ്സിൽ 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും പങ്കെടുക്കാം. വെറും 10 ദിവസം കൊണ്ട് A to Z വരെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്ത് മികച്ച കരിയർ തന്നെ ഈ മേഖലയിൽ സ്വന്തമാക്കാനും സാധിക്കും. രഹ്നാസ് ഡിസൈൻസ് എന്നാണ് ഈ പദ്ധതിക്ക് താരം പേരിടുകയും ചെയ്തിരിക്കുന്നത്. സംയുക്ത വർമ്മയുടെ പോസ്റ്റുകളിലൂടെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തത്. രഹ്ന പുതിയൊരു പദ്ധതിക്ക് ആരംഭം കുറിച്ചു. രഹ്നാസ് ഡിസൈൻസ് എന്നാണ് പേര് എന്നായിരുന്നു സംയുക്ത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ്. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് രഹ്നയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച നടിയാണ് രഹ്ന. അഭിനയത്തിൽ തുടരുന്ന സമയത്തായിരുന്നു നവാസിനെ പരിചയപ്പെട്ടത്. പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു. ഒടുവിൽ വിവാഹിതയാവുകയും ചെയ്തു. ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും ഏറ്റെടുത്തു. വിവാഹത്തോടെ കരിയറും കുട്ടിയൊക്കെ ആയതോടെ രഹ്ന അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്നു. പിന്നീട് നവാസിനോടൊപ്പമാണ് രഹ്നയെ മലയാളികൾ എല്ലാവരും കാണാറുള്ളത്. കുടുംബവും കുട്ടികളൊക്കെയായി മുന്നോട്ട് പോയ രഹ്നയുടെ വിശേഷങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വരുന്ന സമയത്ത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു. 3 മക്കളാണ് രഹ്നയ്ക്കും നവാസിനും കൂടെ. 2 ആണും 1 പെണ്ണും. കുറച്ച് നാളുകൾക്ക് മുൻപാണ് കലാഭവൻ നവാസ് മരണപ്പെട്ടത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. മരണത്തോടെ കടുത്ത മാനസിക പ്രയാസങ്ങളിലൂടെയായിരുന്നു രഹ്ന കടന്നുപോയത്. തന്റെ ഭർത്താവില്ലാത്ത ലോകം തികച്ചും ശൂന്യമായിരുന്നു രഹ്നയ്ക്ക്. എന്നാൽ തന്റെ 3 മക്കൾക്ക് വേണ്ടി മുന്നോട്ട് നീങ്ങിയ മതിയായ രഹ്ന ഇപ്പോൾ ഇതാ പുതിയൊരു തുടക്കം കൂടെ രഹ്ന ആരംഭിച്ചിരിക്കുകയാണ് മക്കൾക്ക് വേണ്ടി.